ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുട്ടികളുള്ള വീട്ടിൽ മിക്കപ്പോഴും നമ്മൾ വാങ്ങുന്ന ഒന്നാണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ തക്കാളി, 3 ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കറുകപ്പട്ട, 3 ഗ്രാമ്പു, 4 സ്പൂൺ പഞ്ചസാര, മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ വിനെഗർ. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് റെഡിയാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ടൊമാറ്റോ 4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ നടുക്കുള്ള ഈ വൈറ്റ് പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിന് കളർ മാറിപ്പോകും. ഇതുപോലെ നമുക്ക് നമ്മുടെ ടൊമാറ്റോ എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ എല്ലാം ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഗ്രാമ്പും പട്ടയും ഒരു കുക്കറിലേക്കിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ തക്കാളിയെല്ലാം കുക്കറിലേക്ക് ഇടുകയാണ്. നമ്മുടെ 1/2 കിലോ തക്കാളിയും കുക്കറിലേക്കിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഗ്രാമ്പും പട്ടയും കൂടെ ഇടാം. ഗ്രാമ്പും പട്ടയും എണ്ണയിടണം. നമ്മളിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രാമ്പും പട്ടയും നമുക്ക് എടുത്ത് കളയാനുള്ളതാണ്. അതുകൊണ്ട് 3 ഗ്രാമ്പും ചെറിയൊരു പട്ടയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കിട്ട ഗ്രാമ്പും പട്ടയും എടുത്ത് കളയാം. നമ്മളിതിലേക്ക് 1 പട്ടയും 3 ഗ്രാമ്പുമാണ് ഇട്ടത്. ഈ 3 പട്ടയും 3 ഗ്രാമ്പും നമുക്ക് എടുത്ത് കളയാം. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ടൊമാറ്റോ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വേസ്റ്റ് നമുക്ക് കളയാം. ഇനി നമ്മുടെ ടൊമാറ്റോ പ്യൂരിയിലേക്ക് നമ്മുടെ 4 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വിനെഗറും കുറച്ച് ഒരു നുള്ളു ഉപ്പ്. ഇത് നമ്മുടെ ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ഉപയോഗിക്കുന്നത്. അതുപോലെ വിനെഗർ നമ്മുടെ തക്കാളിയുടെ പുളിപ്പിനനുസരിച്ച് വേണം എടുക്കാൻ. ഞാനിവിടെ നല്ല പുളിപ്പുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ മാത്രം വിനെഗർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ റെഡിയായി വരുമ്പോൾ ബബിൾസൊക്കെ വന്ന് പുറത്തേക്ക് തെറിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് മനസ്സിലാക്കാൻ, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പരുവം മനസ്സിലാക്കാൻ നമ്മളൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ വളരെ സ്ലോ ആയി മാത്രമേ ഇത് താഴേക്ക് വരാവൂ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത ശേഷം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റായ ബോട്ടിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ടൊമാറ്റോ കെച്ചപ്പിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്